മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, കാലവർഷം വരുന്നതിന് മുമ്പുള്ള മഴയാണ്, കടുത്തു പെയ്യുകയാണ്. എന്തൊക്കെയാണ് മുന്നറിയിപ്പുകളിൽ ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ? അജിംഷാദ്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലേർട്ട് ഇപ്പോഴും തുടരുകയാണ്. മറ്റ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വാധീന ഫലമായിട്ട് വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റോട് കൂടിയ മഴ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കേരള തീരത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മഴ ശക്തമാകുന്നതിനോടൊപ്പം തന്നെ മലയോര തീരദേശ മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അതുപോലെ തന്നെ മലയോര തീരദേശ മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ നേരത്തെ ഇത്തവണ കാലവർഷം സംസ്ഥാനത്ത് എത്തും. എന്തായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അജിംഷാദ്. ശരി സൂര്യഗായത്രി.